അപ്പൊ ഇന്ന് വീണ്ടും ഒരു കിടില കലാകാരിയായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഈ കലാകാരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് പ്രൊഫഷൻ വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകുന്ന ഒരു കലാകാരിയാണ്. പിന്നെ ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു കലാകാരന്റെ ഭാര്യയാണ്. അപ്പോ സ്വാഗതം ശ്യാമ. നമസ്കാരം. 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 എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. ഞങ്ങൾ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ പ്രോഗ്രാം ഒക്കെ ആയിട്ട് കാണാറുണ്ട്. പ്രോഗ്രാമിന്റെ വിശേഷങ്ങൾ അറിയാറുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒരുപാട് സെലിബ്രിറ്റീസിലൂടെയൊക്കെ ഷോസ് ചെയ്യുന്നു. എപ്പോഴും ബിസി ആയിട്ടുള്ള ഒരു കലാകാരിയാണ്. നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഷോസ് ചെയ്യുന്ന ഒരു കലാകാരിയാണ് എന്റെ ഒരു അറിവ്. എങ്ങനെ കൊണ്ടുപോകുന്നു ഈ രണ്ട് പ്രൊഫഷനും ഇങ്ങനെ ഇത്രയും അടിപൊളിയായിട്ട്, അതായത് ടീച്ചിങ്ങും സിംഗർ എന്നുള്ള നിലയിലും? ടീച്ചിങ് ഞാൻ മ്യൂസിക് ടീച്ചറാണ്. ശ്രീഗോകുലം സെൻട്രൽ സ്കൂൾ തുറവൂരാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എൻ്റെ വീടിന്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നടന്ന് തന്നെ പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ പിന്നെ സ്കൂളിൽ നിന്ന് നമുക്ക് പ്രോഗ്രാമിനൊക്കെ പോകുന്ന ദിവസമാണെങ്കിലും ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ് അവര്. അതെ അതെ, ലീവും കാര്യം. അതെ അതെ അതെ, നമുക്ക് എങ്ങനെയാണെങ്കിലും ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ഇറങ്ങേണ്ടി വരും. അപ്പം ലീവ് ഒക്കെ അവര് ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാവരും, ടീച്ചേഴ്സ്, കുട്ടികള്, പ്രിൻസിപ്പൽ ആണെങ്കിലും ഡയറക്ടർ, എല്ലാവർക്കും നല്ല സപ്പോർട്ടാണ് നമ്മളോട്. അങ്ങനെ ഒരുപാട് കുട്ടികളായിട്ട് ഒരുപാട് കമ്പനി അല്ല, എന്നാ അത്യാവശ്യം അവരുമായിട്ട് കളിയും തമാശയൊക്കെ ഉണ്ട്. എന്നാലും ഒരുപാട് ഇപ്പോഴത്തെ സമയത്ത് നമ്മൾ ഒരുപാട് കമ്പനി ആവാനും പറ്റില്ല. കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പോകുന്നു. എത്ര വർഷമായിട്ടുണ്ടോ ഏകദേശം പ്രൊഫഷണലായിട്ട്? ഇപ്പൊ ഏകദേശം ഒരു 12-13 വർഷത്തോളമായി. 2009 ആ സമയത്തൊക്കെയാണ് ഞാൻ പ്രൊഫഷണലായിട്ട് പാടാനായിട്ടൊക്കെ തുടങ്ങുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ തുടക്കം പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രശസ്തനായിട്ടുള്ള ഒരു കലാകാരന്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിജു തുറവൂർ. നിങ്ങൾ പലപ്പോഴും സിനിമ കാണുന്ന സമയത്ത് എഴുതി വരുന്ന ഒരു പേരാണ്. ഒരുപാട് പാട്ടുകൾ, ഞാൻ ആ പാട്ടുകളുടെ ലിസ്റ്റ് പറഞ്ഞാൽ തീരൂല, കാരണം അത്രയും അധികം 1000-ലധികം പാട്ടുകൾ എഴുതിയിട്ടുള്ള ഒരു കലാകാരൻ, എഴുതി സംഗീത സംവിധാനമൊക്കെ നിർവഹിച്ചിട്ടുള്ള ഒരു കലാകാരനാണ് സിജു തുറവൂർ. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് നമ്മളിപ്പം ചേരുന്നത്. സിജുന്റെ പുതിയ വിശേഷങ്ങളൊക്കെ അറിയണമെന്നുണ്ട്. സിജുന്റെ എന്തായാലും നമ്മൾ ഈ എപ്പിസോഡിൽ കൊണ്ടുവരാനുള്ള പ്ലാൻ ഉണ്ട്, അതിനെ വരുമെന്നുണ്ടെങ്കിൽ. സിജുന്റെ പുതിയ വിശേഷങ്ങൾ, സിജുന്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ 1-2 സിനിമകളുടെ വർക്കൊക്കെ കഴിഞ്ഞു. ലാസ്റ്റ് ഇപ്പൊ അച്ഛനൊരു വാഴ വെച്ചു എന്ന് പറഞ്ഞിട്ട് മൂവിയിലെ സോങ് എഴുതി. പിന്നെ ഡിവോഷണൽ വർക്കുകളൊക്കെ നടക്കുന്നു. പുഷ്പയുടെ സെക്കൻഡ് പാർട്ടിന്റെ വർക്ക് നടക്കുന്നേ ഉള്ളൂ, എഴുതിയിട്ടില്ല. അങ്ങനെ എനിക്ക് അറിയാം, സിജുന്റെ കുറെ പാട്ടുകൾ അറിയാം. പക്ഷെ എന്നാലും ഞാൻ ചാനലിലാണ് വർക്ക് ചെയ്യണത്. അപ്പൊ നമ്മുടെ പ്രോഗ്രാമില് മറ്റേ മിഴിയഴക് ആ പാട്ട് എന്റെ ഒരു അറിവില് വിഷ്ണു, പഴയ അതെ അതെ, മഞ്ജു സ്റ്റാർ സിംഗർ ഉണ്ടായിരുന്നു വിഷ്ണു. ആണെന്നായിരുന്നു എന്റെ ഒരു ധാരണ. പക്ഷെ അത് പാടി ഒരാളും കൂടെ അത് പാടി ഫേമസ്. അതെ അതെ, ശ്യാമ. സിജുനാണ് അതിന്റെ വരികൾ. അതെ അതെ, ഈ ഇടയ്ക്കാണ് ഞാൻ അറിഞ്ഞത്. അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള കുറെ പാട്ടുകളില്ലേ? ഉണ്ട്. സിജുന്റെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് എഴുതുന്നത് ഹാപ്പി എന്ന് പറഞ്ഞ മൂവിയിലെ സോങ് ആണ്. അതിനകത്തെ അഴകേ നീ എന്നെ പിരിയല്ലേ, അഴകേ എന്നുള്ള സോങ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഹാപ്പി ഡേയ്സ്, ആര്യ, ചെണ്ടുമല്ലിക പൂവിനി, അതൊക്കെ ചെമ്പനീർ പൂവേനി, ഒരുപാട് സോങ്സ് ഉണ്ട്. പാട്ടുകളൊക്കെ സിജുന്റെ ആണ്. അപ്പൊ എന്താ പറയാ, മൊഴിമാറ്റ ചിത്രങ്ങളൊക്കെ എടുത്തു പറയാനുള്ള ഒരു കാര്യം, മൊഴിമാറ്റ ചിത്രങ്ങളിലൊക്കെ ഒരുപാട് പാടിയിട്ടുണ്ട്. ശ്യാമയുടെയും ഒരു പാട്ട് ഭയങ്കര ഹിറ്റ് ആയിരുന്നല്ലേ? എന്റെ ടിക്ടോക്ക് ഒക്കെ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു. ആ സമയത്ത് ഫിദ എന്ന് പറയുന്ന മൂവിയിലെ സായി പല്ലവി നായികയായിട്ട് വന്ന മൂവിയിലെ മണവാളൻ വന്നേ എന്നുള്ള സോങ്. ആ പാട്ട് പാടിയ ആളാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് പാട്ടുകൾ സിനിമയിലൊക്കെ പാടി അങ്ങനെ പോകുന്നു. നമ്മള് ഈ ഒരു പ്രോഗ്രാം കൂടുതലും സ്റ്റേജ് കലാകാരന്മാരെയാണ് പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് സെലിബ്രിറ്റീസിന്റെ കൂടെ ഒക്കെ ഷോസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഏത് ടീമിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ? ഞാനിപ്പം നിലവില് കലാഭവൻ എന്ന് പറഞ്ഞ ട്രൂപ്പിൽ പാടുന്നുണ്ട്. പിന്നെ കൊച്ചിൻ തരംഗ് ബീറ്റ്സ് എന്ന് പറഞ്ഞ ട്രൂപ്പിൽ പാടുന്നുണ്ട്. ഫ്രീലാൻസ് ആയിട്ടാണ് നമ്മൾ. പിന്നെ കൂടുതലും പാടുന്നത് കൂടിയാണ്. പിന്നെ ബാൻഡ് ഷോസ് അങ്ങനെ ചെയ്യും. ഇല്ല, ഇപ്പം ആക്ച്വലി സ്റ്റേജ് ഷോസ് തന്നെയാണ് കൂടുതലും ചെയ്യുന്നത്. സിജുന്റെ സപ്പോർട്ട് ഭയങ്കരമായിട്ട് ഉള്ളത് കൊണ്ടാണല്ലോ. പിന്നെ അതെ, നിങ്ങളെല്ലാരും എല്ലാ സ്റ്റേജിലും നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാവും. പാട്ടിന്റെ കാര്യങ്ങളാണെങ്കിലും എന്തെങ്കിലും പാടി കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും നമുക്കത് വളരെ പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തരും. ഒന്നുകൂടെ അത് ശരിയാക്കണം, അവിടെ ഭാഗം ശരിയായിട്ടില്ല, പിച്ചൗട്ടുണ്ട് അവിടെ, എല്ലാം പറഞ്ഞ് ശരിയാക്കി തരും.
അപ്പൊ അങ്ങനെ നമ്മുടെ കൂടെ എല്ലാ പ്രോഗ്രാംസിനും ഒക്കെ കൂടെ തന്നെ ഉണ്ടാവും. അതെ അതെ ഉണ്ടാവും. തീർച്ചയായിട്ടും ഒരു ആളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു മുന്നോട്ട് പോക്കും കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. അത് സിജന്റെ ഫാമിലി ആണെങ്കിലും സിജന്റെ ഫാമിലിയും അമ്മ എന്റെ ഫാമിലി എല്ലാവരുടെയും ഫാമിലിയും ഒക്കെ നല്ല സപ്പോർട്ടാണ്. അതെ തുറവൂര്, ചേർത്തല തുറവൂരാണ്. ഇങ്ങോട്ടായിരിക്കും നമുക്ക് പ്രോഗ്രാംസ് കൂടുതൽ. അതെ നമ്മളിപ്പോ അത് ചെയ്ത് യൂസ്ഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇനി അറിയേണ്ടത് സ്റ്റേജിലുള്ള അനുഭവങ്ങളെ കുറിച്ചൊക്കെയാണ്. രസകരമായിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടാവും. ചിലപ്പോൾ അത് പ്രോഗ്രാമിൽ പോകുമ്പോഴായിരിക്കാം, തിരിച്ചു വരുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ സ്റ്റേജിലായിരിക്കാം. അങ്ങനെ സ്റ്റേജില് ആദ്യമൊക്കെ ഞാൻ പാടാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ പാടി തുടങ്ങുന്ന ഭക്തിഗാനമേളകളിലാണ്. ഗാനമേളയിലേക്ക് വരുന്നതിന് മുമ്പ് ഭക്തിഗാനമേളയാണ് സ്ഥിരം ചെയ്തുകൊണ്ടിരുന്നത്. ഗാനമേളയിലേക്ക് വരാനൊരു ഞാൻ ശരിക്കും സീരിയസ് ആയിട്ട് നമ്മൾ ഈ ഗാനമേള വേദികളിലേക്ക് വരുന്നത് കല്യാണത്തിന് ശേഷമാണ്. അതെ അതെ പ്രൊഫഷണൽ ആയിട്ട്. കല്യാണത്തിന് മുന്നേ നമ്മൾ ഈ ചെറിയ ചെറിയ ഭജൻസ് അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്നെ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ മിമിക്രി ഒക്കെ ചെയ്യുന്ന ഒരു ഹരികുമാർ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടനാണ് ആദ്യം എന്നെ ഇങ്ങനെ ചോദിച്ചത് ഗാനമേളയ്ക്ക് പാടാൻ പറ്റുമോ എന്ന് ചോദിച്ചത്. അപ്പൊ അന്ന് ആ സമയത്ത് പാടാൻ പറ്റും, സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് പാടാൻ പറ്റും, പക്ഷെ ഞാൻ വരാമെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ കൂടെ വരാനായിട്ട് അന്ന് ചെറിയ കുട്ടിയാണല്ലോ, അപ്പം അപ്പൂപ്പനാണ് എല്ലാ സ്റ്റേജിലും വന്നുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ പോകാൻ പറ്റിയില്ല. അപ്പൊ എനിക്ക് അന്ന് ഭയങ്കര സങ്കടമായിരുന്നു, പോകാൻ പറ്റിയില്ലല്ലോ, എന്തോ ഇത് വന്നിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അതിനുശേഷം പിന്നെ ഭക്തിഗാനമേളകൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ വിവാഹത്തിന് ശേഷം എന്നെ ഇടപ്പള്ളിയിലുള്ള നാസർ എന്ന് പറഞ്ഞ കീബോർഡിസ്റ്റ് ഉണ്ട്, ഇക്കയാണ് എന്നെ ഗാനമേള വേദികളിലേക്ക് ഹരിശ്രീയിലേക്ക് എന്നെ പരിചയപ്പെടുത്തുന്നത്. നാസർക്കയാണ്. അങ്ങനെയാണ് ആദ്യം ഞാൻ പാടുന്ന ട്രൂപ്പ് കൊച്ചിൻ ഹരിശ്രീ എന്ന് പറഞ്ഞ ട്രൂപ്പ്. ശ്യാമിനെ പൊതുവെ കൂടുതലും ആളുകളും അടിപൊളി പാട്ടുകൾ പാടാനാണ് വിളിക്കാറുള്ളത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം ശ്യാമ എല്ലാ തരത്തിലുള്ള പാട്ടുകളും പാടാറുണ്ട്, മെലഡിയൊക്കെ ഗംഭീരമായിട്ട് പാടുന്ന ഒരാളാണ്. പക്ഷെ കൂടുതലും നമ്മുടെ ആളുകൾ ഡിമാൻഡ് ചെയ്യുന്നത് അടിപൊളിയായതുകൊണ്ട് തന്നെ ഏതാണ് പേഴ്സണലി ഇഷ്ടം? മെലഡി പാടാനാണോ? ആദ്യമൊക്കെ ഞാൻ മെലഡി മാത്രം പാടിക്കൊണ്ടിരുന്ന ഒരാളാണ്. പിന്നീടാണ് കാലം മാറുന്നതനുസരിച്ച് നമ്മൾ മാറണമല്ലോ, അങ്ങനെ ഫാസ്റ്റും കൂടെ പാടാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കൂടുതൽ മെലഡീസ് പാടുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ നന്നായിട്ട് പാടുമ്പോൾ ഒരു സന്തോഷം മനസ്സിന് കിട്ടും. പിന്നെ രണ്ടും ഫാസ്റ്റ് ആൾക്കാർ എൻജോയ് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഡെയിലി സ്കൂളിൽ പോകണം? ഡെയിലി പോണം, സാറ്റർഡേ വരെ. മൺഡേ ടു സാറ്റർഡേ ആണ് അവിടെ ഫ്രീ ഉള്ളത്. പിന്നെ സെക്കൻഡ് സാറ്റർഡേ ഉണ്ട്, പ്രോഗ്രാംസ് ഉണ്ടാവും. ഫുൾ ബിസി ആയിരിക്കും. എന്നാലും നമുക്ക് സാറ്റർഡേ വരെ പോകണമെങ്കിലും നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ലീവൊക്കെ വേണമെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. നമുക്ക് പ്രോഗ്രാംസിന് നമുക്ക് ഇതുവരെ ഒരു തടസ്സം അങ്ങനെ വന്നിട്ടില്ല. തീർച്ചയായിട്ടും ഉണ്ട്, തീർച്ചയായിട്ടും കോമ്പറ്റീഷൻ ഉണ്ട്. എല്ലാവർക്കും നിലനിൽക്കണമല്ലോ, അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് എല്ലാവരും പരസ്പരം ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ എന്തായാലും ഉണ്ടാവും, ഫീൽഡിലുണ്ടാവും. അങ്ങനെ ആദ്യ സമയത്തൊക്കെ നമുക്ക് അങ്ങനെ ചെറിയൊരു മനസ്സിന് വിഷമം ഉണ്ടാക്കണ കുറച്ച് കാര്യങ്ങൾ സ്റ്റേജിലൊക്കെ നമുക്കങ്ങനെ നമ്മൾ തുടക്കക്കാരാണല്ലോ, തുടക്കമായിട്ട് വരുന്ന കുട്ടികൾക്കുണ്ടാവുന്ന ചെറിയ ചെറിയ മാനസിക വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ നമ്മളെ അങ്ങനെ ഇപ്പോഴൊന്നും അങ്ങനെ ഇല്ല. ഇപ്പൊ ഈയിടെയായിട്ട് ഈ നമ്മളൊരു കുറച്ച് നാളുകളായിട്ടുള്ള അങ്ങനെ പ്രശ്നങ്ങളില്ല. ആദ്യത്തെയൊക്കെ സമയത്ത് നമ്മൾ പാടാനൊക്കെ വരുമ്പോ നമ്മൾ ചിലപ്പം ഒരു പാട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പകുതി പാട്ടോ ഒക്കെ പാടിയിട്ട് ഒരു ഫുൾ ലെങ്ത് പ്രോഗ്രാമിന് നമ്മൾ മാറിയിരിക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഒരു വിഷമമുണ്ടാകും. എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെയുള്ള ഇത് കഴിഞ്ഞിട്ടായിരിക്കും എല്ലാവരും വരുന്നത്. ആദ്യത്തെ ഒരു അനുഭവങ്ങളായിരിക്കും. അങ്ങനെ ചില സ്റ്റേജിലൊക്കെ നമ്മളെ ഒരു അവഗണിച്ച് മാറ്റിയിരുത്തിയിട്ടുണ്ട്. പിന്നെ ആദ്യം വന്ന സമയത്തൊക്കെ നമ്മൾ അയ്യോ വേണ്ട ശ്യാമ വേണ്ട, പെർഫോം ചെയ്യില്ല, അപ്പം വെറുതെ നിന്ന് പാടല്ലേ, അപ്പം വേണ്ട, പെർഫോം ചെയ്യണ ഒരാളുണ്ടെങ്കിൽ അത് മതി. പിന്നെ പക്ഷെ ഇപ്പൊ പറഞ്ഞവര് തന്നെ കുഴപ്പമില്ല വിളിച്ചോ എന്ന് പറയണം. അപ്പൊ നമ്മള് ഒരുപാട് ഇങ്ങനെ കഷ്ടപ്പെട്ട് നമ്മള് അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് നേരത്തെ കണ്ട ശ്യാമല്ലേ, ഈ പറഞ്ഞ ആളുകളെ കൊണ്ടൊക്കെ മാറ്റി പറയിച്ചൊരു ശ്യാമയാണ്
നേരത്തെ നിന്ന് പാടുന്ന ആളാണ് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്ത്. ഞാൻ തിരിഞ്ഞു നിന്നവരെ പാടിയിട്ടുണ്ട്. കീബോർഡ് തിരിഞ്ഞ് പേടിച്ചിട്ട്, ഫേസ് ചെയ്യാൻ പേടിച്ചിട്ട് ഞാൻ ചില സമയത്തൊക്കെ ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് പാടിയിട്ടുണ്ട്. ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. നമ്മള് കുട്ടികളായിട്ടും ഇന്ററാക്ട് ചെയ്തും ബാക്കിയുള്ളവരോടൊക്കെ സംസാരിച്ചൊക്കെ വരുമ്പോൾ ഡ്രസ്സിംഗ് സ്റ്റൈൽ ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും എല്ലാം ഒരു നീറ്റ്നെസ്സും ക്ഷമതായിട്ടുള്ള ഒരു രീതിയിൽ ചെയ്യും. ആരെയും കോപ്പി അടിച്ച് ചെയ്യുന്നതായിട്ട് പലരും അനുകരിച്ച് ചെയ്യുന്നതിനൊക്കെ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. ഡ്രസ്സൊക്കെ നമ്മള് സെലക്ട് ചെയ്യുമ്പോൾ സുജനാണെങ്കിലും സെലക്ട് ചെയ്തുമ്പോ നമുക്ക് അത്യാവശ്യം എല്ലാം നോക്കി കറക്റ്റ് ആയിട്ടുള്ള നമ്മള് കുറച്ച് സെലക്ഷന്റെ പ്രശ്നം വന്നാലും കറക്റ്റ് ആയിട്ട് എടുത്ത് നമുക്ക് തരും. ടീച്ചർ എന്നുള്ളത് ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോ നമ്മുടെ സ്റ്റേജ് ഷോസിലൊക്കെ ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. നമുക്ക് ശേഷം വന്ന ആളുകൾ, പുതിയതായിട്ട് വരുന്ന ആളുകൾ, അവർക്ക് വേണ്ട ഗൈഡൻസ് ഒക്കെ കൊടുക്കാറുണ്ടോ? അല്ലെങ്കിൽ കൊടുത്താൽ അത് അവരെന്ത് രീതിയിൽ എടുക്കും? രണ്ട് രീതിയിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ എനിക്ക് ബസ്സിൽ തോന്നാറുണ്ട്. അപ്പൊ ഞാനത് പറയാറുണ്ട്. ചിലപ്പോ നല്ല രീതിയിൽ ഞാൻ മാക്സിമം പറയാറില്ല. പാട്ടിന്റെ എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നല്ലാതെ ഡ്രസ്സിങ്ങിന്റെ ഒക്കെ നമ്മൾ ഇപ്പൊ നമ്മൾ പറയുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറയാറില്ല. എന്നാലും നല്ലതാണെങ്കിൽ നന്നായിട്ടുണ്ടെന്ന് പറയും. പിന്നെ നമ്മൾ അത്ര അറ്റാച്ച്ഡ് അടുപ്പമുള്ളവരാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അല്ലാതെ ഇപ്പം രാജേഷ് പറഞ്ഞ പോലെ ചിലപ്പോ എങ്ങനെ എടുക്കുമെന്ന് അറിയാൻ പറ്റില്ലല്ലോ. ഹസ്ബൻഡ് എന്ന് പറയുന്ന സംഗീത സംവിധായകനാണ്, ലിറിസിസ്റ്റ് ആണ്. ഞാൻ ആ വാക്കും അദ്ദേഹം സംഗീതം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് യൂസ് ചെയ്യുന്നത്. അദ്ദേഹം പറയാറുണ്ട് ഇപ്പൊ ഒരുപാട് സംഗീത സംവിധായകരുണ്ട്. ഇപ്പോ നമ്മള് തേടി വരുന്നുള്ള സാധനമൊക്കെ കുറവാണ്. നമ്മൾ അവരെയും കൂടെ അപ്രോച്ച് ചെയ്യും അല്ലെ? അതാണ് ചിലപ്പോൾ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവും. നമ്മുടെ ശബ്ദം അവരിലേക്ക് എത്തണം. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ നീ ഒന്ന് അയച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ, അല്ലെങ്കിൽ ഷാമിക്ക് പേഴ്സണലി തോന്നാറുണ്ട് അങ്ങനെ അയച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഡ്രീം എന്താ? ഡ്രീം എല്ലാരെയും പോലെ തന്നെ ഒരു പാട്ട് പാടി ഹിറ്റ് ആവണം എന്നുള്ളതാണ് ആഗ്രഹം. നന്നായിട്ട് പ്ലേബാക്ക് സിംഗിങ്ങിൽ തന്നെ വരണം എന്നൊക്കെയുള്ളതാണ് ആഗ്രഹം. പിന്നെ നമ്മള് ഹസ്ബൻഡിനെ സംബന്ധിച്ചാണെങ്കിലും പുള്ളി അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരാളല്ല. അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു നേച്ചർ ആയതുകൊണ്ടായിരിക്കും. വേറെ ഇതൊന്നും ഉണ്ടായിട്ടല്ല. ഞാനും അങ്ങനെ അയച്ചു കൊടുത്തിട്ടൊന്നും ഇല്ല ഇതുവരെ ആർക്കും പാട്ടൊന്നും. പിന്നെ വരുമായിരിക്കും എന്ന് വിചാരിച്ചങ്ങനെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നു. അതെ ഒരുപാട് മാധ്യമങ്ങളായി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. ഇൻസ്റ്റയിലൊക്കെ ഉണ്ട്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ. അത്ര ആക്റ്റീവ് അല്ല, എന്നാലും പാട്ട് സ്റ്റേജിലെ പാട്ടുകളൊക്കെ ഇടാറുണ്ട്. അല്ലാതെ ചെറിയ കവർ പോലെയൊക്കെ ചെയ്തിടും. അതുപോലെ തന്നെ നമ്മള് ആർട്ടിസ്റ്റുകളെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന സ്റ്റേജ് പ്രോഗ്രാമിന് പോകുമ്പോൾ, അതെ, പോകുമ്പോൾ മറ്റേ നമ്മൾ പ്രത്യേകിച്ച് ലോകം പോകുമ്പോൾ നമ്മളെല്ലാം കൂടിയ തന്നെ ഭയങ്കര രസമാണ്. ഒരുപാട് കഥകൾ ഉണ്ടാവും പറയാനായിട്ട്. പ്രോഗ്രാമിന് പോയപ്പോ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു രസകരമായിട്ടുള്ള സംഭവങ്ങൾ ട്രൂപ്പുകളുടെ ട്രൂപ്പിൽ നമ്മൾ ഒരുമിച്ചായിരിക്കും. അതെ അതെ അതെ. ഇപ്പൊ ഹരിശ്രീയിൽ പാടിക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങള് പാലക്കാട് ഒരു ഉൾ ഗ്രാമത്തിലാണ് പ്രോഗ്രാം. അകത്തേക്കാണ്, പാടവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങളിങ്ങനെ അന്ന് നമ്മുടെ കൂടെ ജോതിഷി അങ്ങനെയുള്ള പാട്ടുകാരൊക്കെയാണ്. ഇപ്പൊ ജ്യോതിഷ് ബാബു, അതെ, ജ്യോതിഷ്, അങ്ങനെ പിന്നെ ഓർക്കസ്ട്രക്കാര് എല്ലാരും ഉണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു ചെറിയൊരു പറമ്പിൽ കൂടെയാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത്. ട്രൂപ്പിന്റെ വണ്ടി, ഞങ്ങൾ ട്രൂപ്പിന്റെ ടെമ്പോ ട്രാവലർ. അപ്പൊ അതിന്റെ മുകളിൽ അന്ന് ഡ്രമ്മൊക്കെ അതിന്റെ മുകളിൽ നമ്മൾ കെട്ടിവെച്ചിട്ട് അങ്ങനെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടിക്ക് പോകാൻ പറ്റാത്ത വിധത്തിൽ തടസ്സമായിട്ട് ഒരു കശുമാവിന്റെ കൊമ്പിങ്ങനെ വട്ടം കിടക്കാണ്. അപ്പോൾ പോകാൻ പറ്റുന്നില്ല. അവിടുന്ന് കുറച്ച് ദൂരമുള്ള അമ്പലത്തിലേക്ക്. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും വണ്ടി നിർത്തി, പോകാൻ പറ്റുന്നില്ല. അപ്പൊ എല്ലാവരും കൂടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് എന്താ ചെയ്യണമെന്ന് ആലോചിച്ചപ്പം നമുക്കത് വെട്ടി മാറ്റിയിട്ടേ പിന്നെ പോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ആ വീട്ടുകാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ വെട്ടിക്കോ, കുഴപ്പമില്ല. എന്നിട്ട് അവര് ഒരു വെട്ടരിവാള് തന്നിട്ട് ജ്യോതിഷ് ഇതിന്റെ വണ്ടിയുടെ മുകളിൽ കയറിയിട്ട് ആ കമ്പ് വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മുടെ ഈ ഇതിന്റെ പാടത്തിന്റെ സൈഡിൽ കുറച്ച് പേരിരുന്ന് മദ്യപിക്കുന്നുണ്ട്. അപ്പൊ അവര് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വെട്ടുന്നതൊക്കെ, പ്രശ്നം നടക്കുന്നതും ഒക്കെ എല്ലാവരും കാണുന്നുണ്ട്. അവരെല്ലാം കഴിഞ്ഞ് വെട്ടി
കൊമ്പ് താഴെ വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരവിടെ എഴുന്നേറ്റ് വന്നിട്ട് അവരവിടെ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, ആര് പറഞ്ഞിട്ടാ ഇത് വെട്ടിയത്, ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഭയങ്കര പ്രശ്നമായി, അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമായി, ഉന്തും തള്ളുമായി, അടിയായി അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ഇവര് കുറച്ച് മദ്യപിച്ചിട്ടും കൂടെ ഉണ്ട്. അപ്പം ചീത്ത ലാംഗ്വേജ് ഒക്കെ ഉപയോഗിച്ചു. അങ്ങനെ പ്രശ്നമായി. ഇവര് അടിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് പോയി, അവിടുന്ന് പോയി കാണിച്ചു തരാം, നിന്നെയൊക്കെ ഞങ്ങൾ കാണിച്ചു തരാടാന്ന് പറഞ്ഞിട്ട് അവര് പോയി. അപ്പൊ തന്നെ എല്ലാവർക്കും ഒരു വിഷമായി. കാരണം നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം, പരിപാടി, പ്രത്യേകിച്ച് ഗാനമേളയാണ്, അറിയാലോ. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ഇതാണ്. അപ്പൊ എല്ലാരും പറഞ്ഞു വേണ്ടായിരുന്നു, പ്രശ്നം ഉണ്ടാക്കണ്ടായിരുന്നു. അവര് ലോക്കൽ അമ്പലത്തിലെ ആൾക്കാരാണ്, അപ്പം നമ്മൾ പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ്. പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആരും നമ്മുടെ കൂടെ നിൽക്കൂല. അങ്ങനെയൊക്കെ പറഞ്ഞ് പരിപാടി അപ്പോഴും എല്ലാവർക്കും ഒരു ടെൻഷനാണ്, എന്താകുമെന്ന് അറിയില്ല. അവര് കഴിച്ചിട്ടങ്ങ് നമ്മൾ വരുന്നത്. അവര് കഴിച്ചിട്ട് അവരവിടെ ബാക്കി വെച്ചിട്ട് കയറി വന്നു. കുപ്പിയും കാര്യങ്ങളൊക്കെ ബാക്കി വെച്ചിട്ടുണ്ട്. അവിടെ വെച്ചിട്ടാണ് അവർ വന്ന് അടിയുണ്ടാക്കിയത്. അവർ ആ അടിയുണ്ടാക്കിയതിൽ അവർ ഓടി പോവുകയും ചെയ്തു. അപ്പൊ അവിടെ ഈ കുപ്പി അതെ, അത് പറയാൻ വിട്ടുപോയി. ഈ ഒരു കുപ്പി ഫുള്ളായിട്ടുള്ള ഇതുണ്ടായിരുന്നു. അത് ജ്യോതിഷ് എടുത്ത് എന്ത് ചെയ്തു, ചുമ്മാ എടുത്തിട്ട് ജ്യോതിഷിന്റെ ബാഗിലേക്ക് വെച്ചു. അവര് നോക്കാം എന്ന് പറഞ്ഞിട്ട് അവര് ജ്യോതിഷ് മാത്രമല്ല എല്ലാരും ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ പറഞ്ഞു അത് നമുക്ക് എടുത്തോ, എന്താന്ന് നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് ബാഗ് വെച്ചിട്ട് സ്റ്റേജിലേക്ക് പോയി പരിപാടി തുടങ്ങി. ജ്യോതിഷ് പാടാൻ കയറിയപ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു പേടിയുണ്ട് ഉള്ളില്. ജ്യോതിഷ് പാടാൻ കയറിയപ്പോഴത്തേക്കും ഇവര് 2-3 പേരും കൂടി വന്നു, ഈ വഴക്കുണ്ടാക്കിയവർ. അപ്പൊ തന്നെ എല്ലാരും പറഞ്ഞു ഇത് പ്രശ്നമാവും, അലമ്പാവും, ഇവര് ബഹളം ഉണ്ടാക്കാനാ വന്നിരിക്കുന്നത്, എന്തായാലും അടിയാവും. ഇവരിങ്ങനെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ കയ്യും കെട്ടി ഇങ്ങനെ നോക്കി നിന്നിട്ട് ജ്യോതിഷിനോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്, എന്തൊക്കെയോ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു പണിയാവും. അത് കഴിഞ്ഞ് ജ്യോതിഷ് ഇറങ്ങി ബാക്കിലോട്ട് വന്നു. ജ്യോതിഷിന് പൊതുവെ അങ്ങനെ വലിയ പേടിയൊന്നും ഉള്ള ഒരാളല്ല. ജ്യോതിഷ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നേരിടാം എന്നുള്ള രീതിയിലാണ്. ജ്യോതിഷ് ബാക്കിലോട്ട് വന്നപ്പോ ഇവരും ബാക്കിലേക്ക് വന്നിട്ട് അപ്പൊ പുറത്തു അടി ഉണ്ടാവാനുള്ള വരവാണ് എന്നോർത്തിട്ട് കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ മാനേജരും ട്രൂപ്പിന്റെ ഓണർ ശ്രീകുമാരേട്ടൻ എല്ലാരും കൂടെ പറഞ്ഞു, ചേട്ടാ എന്താ പ്രശ്നമാണ് ചേട്ടാ, ഞങ്ങളുടെ കുപ്പിയാ ചേട്ടൻ്റെ അടുത്ത് ബാഗ് വെച്ചിട്ടുണ്ട്, അതൊന്ന് തിരിച്ചു തന്നാൽ ഞങ്ങൾ അങ്ങോട്ട് നോക്കിയത്. ഇന്ന് 1-ാം തീയതിയാണ് ചേട്ടാ, ഞങ്ങൾക്ക് വേറെ കിട്ടൂല ചേട്ടാ, പ്ലീസ് എന്ന് പറഞ്ഞിട്ട് തൊഴുത് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാരും പേടിച്ചു നിന്ന് ഇതെന്താവുമെന്ന് അറിയാം. പക്ഷെ അവരാ കുപ്പിക്കാ വന്ന പാവങ്ങൾ, അവരത് വാങ്ങിച്ചങ്ങ് പോയി. പിന്നെ അത് ഒന്നാമത് നമ്മുടെ ഏരിയ അല്ല, അപ്പൊ എല്ലാവർക്കും അതിന്റെ ഒരു ടെൻഷനുണ്ട്. ഒരുപാട് സന്തോഷം വിശേഷങ്ങൾ അറിയാൻ പറ്റി. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ നമ്മളോടൊപ്പം പറയാനുണ്ടെന്ന് അറിയാം. എന്തായാലും ഇനിയും ഒരുപാട് പാട്ടുകളൊക്കെ സിനിമയിൽ പാടാൻ പറ്റട്ടെ, ആഗ്രഹിക്കുന്ന പോലെ ഒരുപാട് ഷോസ് ചെയ്യാൻ പറ്റട്ടെ, ഒരുപാട് സെലിബ്രിറ്റീസിനോട് തന്നെ ചെയ്യാൻ പറ്റട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ടീച്ചിങ് ലൈഫ് അല്ലെ, ഗോകുലത്തിലുള്ള എല്ലാവർക്കും ഒരു ഹായ് അറിയിക്കണം. ഇതുപോലൊരു കലാകാരനെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്കും, അതുപോലെ തന്നെ സിരിച്ചേട്ടനും ഒരു പ്രത്യേകം നന്ദി. ഷാമയെ ഇത്രയും മനോഹരമായിട്ട് കൊണ്ട് നടക്കുന്നതിൽ, സപ്പോർട്ട് ചെയ്യുന്നതിൽ. അപ്പൊ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്തെങ്കിലും ഈ ഒരു പ്രോഗ്രാമിൽ വന്നിട്ട് ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. ഹാപ്പി, വളരെ ഹാപ്പിയാണ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എല്ലാവർക്കും ആദ്യമേ തന്നെ പ്രോഗ്രാമിന്റെ ക്രൂസ് എല്ലാവർക്കും നന്ദിയുണ്ട്. രാജേഷിനോടും അജിത്തിനോടും എല്ലാവർക്കും നന്ദി. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യണം, പ്രാർത്ഥിക്കണം. താങ്ക് യു.